ഹലോ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് പുട്ടിനും നമ്മുടെ ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതി എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പത്തിലുള്ളൊരു രീതിയാണ്. അതുമാത്രമല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടാലോ. അപ്പോൾ ഇതാ തലേ ദിവസം കുതിർത്ത് വെച്ച ഗ്രീൻ പീസാണ് കേട്ടോ ഇത് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളിയും 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഗ്രീൻ പീസ് ആ മുങ്ങി കിടക്കുന്ന ആ ഒരു രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് വെന്ത് വരാനായിട്ട് ഒരു 3-4 വിസിലൊക്കെ മതിയാവും കേട്ടോ. അപ്പോഴേക്കും നമുക്കിതിന് വേണ്ട മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഞാൻ അടുപ്പത്തേക്ക് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് അതൊന്ന് പൊട്ടി വരട്ടെ. ഇനി ഇതിലേക്ക് ഒരു ഉള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ മുറിച്ചിട്ട് ഒരു ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കിത് വരട്ടിയെടുക്കണം. നമ്മുടെ ഈ ഉള്ളിയുടെ കളർ ഒരു ബ്രൗൺ കളറൊക്കെ ആവുന്നവരെ നമുക്കിതൊന്ന് വരട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഉള്ളി നമ്മൾ ഇതുപോലെ വരട്ടിയിട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കറിക്ക് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാനിതിവിടെ ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അല്പം ജീരകവും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു അരപ്പ് നമുക്ക് നമ്മുടെ ഈ ഒരു ഗ്രീൻ പീസിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ 4 പീസിലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാ നല്ല രീതിക്ക് തന്നെ നമുക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉള്ളി വരട്ടി വെച്ചിട്ടില്ലേ, അതിലേക്ക് നമ്മുടെ ഗ്രീൻ പീസ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഉള്ളി നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നമ്മുടെ ഗ്രീൻ പീസ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അല്പം വെള്ളം കൂടെ ചേർക്കുക. ഇനി ഏതായാലും ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതെന്തായാലും ഒന്ന് കുറുകി വരുമല്ലോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ 2 കഷ്ണം പട്ട കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പട്ട ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഗ്രീൻ പീസ് കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതാ 2 കഷ്ണം പട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊരു 5-6 മിനിറ്റ് വരെ നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുറുകി വരണ്ടേ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചിട്ട് ഒരു 5-6 മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് പുട്ടിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കറിയാണ് കേട്ടോ. ഇത് പുട്ടിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും ചോറിൻ്റെ കൂടിയും ഒക്കെ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അതുപോലെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ പീസ് കറി റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ എന്നോട് ഒന്ന് പറയണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വേഗം വരാം കേട്ടോ. അതുവരേക്കും ബൈ.